എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ഈ ചുരിദാറിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൻ്റെ വീഡിയോ അതിന് മുമ്പൊന്ന് അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ആദ്യം അതെടുത്ത് കാണുക. ഞാൻ അതിൻ്റെ കട്ടിങ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതെടുത്ത് ആദ്യം കാണുക കേട്ടോ. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ കഴുത്ത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് ആവശ്യമുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കഴുത്തിൻ്റെ അളവ് ഇതുപോലെ, ഇതിൻ്റെ കഴുത്തിൻ്റെ വീതി വരുന്നത് 5.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി ഒരു 2.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, അടിഭാഗത്തേക്ക് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഈ ഭാഗത്തേക്ക് ഒരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഈ സൈഡിലും അതുപോലെ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ ഭാഗം അതേപോലെ 2.25, 5.5 കഴുത്തിൻ്റെ വീതി, അതിൻ്റെ പകുതി 2.25 ഇതുപോലെ മാർക്ക് ചെയ്യുക. ക്യാൻവാസ് ഫസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, എന്നിട്ട് ആ മാർക്കിങ് തമ്മിൽ ഇതുപോലെ ലൈൻ വരയ്ക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക കേട്ടോ. ആ കഴുത്തിൻ്റെ ആകൃതിയിൽ കറക്റ്റായിട്ട് ആ ക്യാൻവാസിൻ്റെ ഇതുപോലെ ഈ ഭാഗത്ത് ഇതുപോലെ ഷേപ്പ് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഒരു ഇഞ്ച് വീതിയിൽ ഇതുപോലെ വരച്ചിട്ട് അത് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ് കൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഫുള്ള് വെട്ടരുത് കേട്ടോ. ഏകദേശം ഒരു ഇത്ര വെട്ടി നിർത്തിയിട്ട് ഇതിൻ്റെ വിലങ്ങിന് ഇവിടെ വെട്ടിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തെ പീസിന് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഇത് ഒരു പീസുമേ അയൺ ചെയ്ത് കണ്ട് ഒട്ടിക്കുകയാണ്. ഇതൊരു പേപ്പർ ക്യാൻവാസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, അതിൻ്റെ 2 ലൈനിങ് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും. ഇത് കൈ നമ്മൾ കട്ട് ചെയ്ത് 2 കൈ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കൈയിന് വേണ്ട 2 ലൈനിങ്. ഓക്കെ, ഇത് ഫ്രണ്ട് കഴുത്ത് ഒട്ടിച്ച ആ ഭാഗം ഫ്രണ്ടിൻ്റെ കഴുത്താണ്. ഓക്കെ, ഇത് ബാക്കിൽ കഴുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ലൈനിങ്ങുമേ അടുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പീസാണ് കേട്ടോ. ഓക്കെ, ഇനി ഇത് ഫ്രണ്ടിൻ്റെ കഴുത്ത് ഇതുപോലെ ആ ക്യാൻവാസുമൊക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ 3 ഭാഗം റൗണ്ടിൽ ഫുള്ളൊന്ന് അടിച്ചെടുക്കുക. ഓക്കെ, ഇനി ഇത് ഫ്രണ്ട് എടുക്കുകയാണ്. നമ്മളെ വീതി 5.5 ഇഞ്ചാണ്. 5.5ൻ്റെ പകുതി 2.25 വരും. അതവിടെ മാർക്ക് ചെയ്തിട്ട് ഒരു വെട്ടിടുക. ഓക്കെ, ഇതേപോലെ കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ലൈനിങ് എടുക്കുക. ഇതേപോലെ ഫസ്റ്റ് ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തിട്ട് ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ ഒരു വെട്ടിട്ടിട്ടുണ്ട്. ആ വെട്ടും ഈ ചുരിദാറിൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് ആ ഫ്രണ്ടിൻ്റെ സെൻറ്ററിൽ ഒരു വെട്ടിടുക. എന്നിട്ട് ആ 2 മാർക്കിങ്ങും ഇതുപോലെ ഒപ്പം വെക്കുക. ചുരിദാറിൻ്റെ ഫ്രണ്ടിൻ്റെ നല്ല വശം പുറത്തേക്ക് വരേണ്ട രൂപത്തിൽ വെക്കണം കേട്ടോ. ഇതേപോലെ വെക്കുമ്പോൾ ഈ മുകളിൽ വരേണ്ട ഭാഗം ചുരിദാറിൻ്റെ പുറത്തേക്ക് വരേണ്ട ഭാഗം, അതായത് നല്ല വശം എന്ന് പറയും. ഓക്കെ, ആ ഭാഗം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഇങ്ങനെ വെക്കണം. എന്നിട്ട് കറക്റ്റ് ആ സെൻറ്ററിൽ ആ കഴുത്ത് വെച്ച പീസും ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഈ ക്യാൻവാസിന് ചാരിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. വേണമെങ്കിൽ ഈ 3 പീസും കൂടെ കൂടിക്കാണ്ട് ഈ സെൻറ്ററിൽ ഒരു പിൻ ചെയ്ത് വെച്ചാൽ മതി. എന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകില്ല. അപ്പോൾ ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് ആ 3 പീസും സെൻറ്ററിൽ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ആ ക്യാൻവാസിന് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓക്കെ, ഇനി ഇത് നല്ല വശമാണ് കേട്ടോ. ഇത് ലൈനിങ്, ഇത് ഈ ഭാഗമാണ് നല്ല വശം. അതായത് നല്ല വശം എന്ന് പറഞ്ഞാൽ ചുരിദാറിൻ്റെ പുറത്തേക്ക് എൻ്റെ ഭാഗം എന്നാണ്. ഓക്കെ, എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ കട്ട് ചെയ്ത് വെക്കണം. എക്സ്ട്രാ ഉള്ള തുമ്പൊക്കെ കട്ട് ചെയ്ത് വെക്കുക. ഒരു 1/4 ഇഞ്ച് തുമ്പ് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് റൗണ്ടിൽ ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഓരോ വെട്ടിട്ട് കൊടുക്കണം. അതായത് ഇത് ശരിക്കും മറിഞ്ഞ് കിട്ടാനാണ്. ഓക്കെ, എന്നിട്ട് ഈ ക്യാൻവാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഇതിന് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് സ്റ്റിച്ചൊന്നും പുറത്തേക്ക് ചാടാത്ത രൂപത്തിൽ ഒരേ വീതിയിൽ തന്നെ അതിന് തെല്ലിനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കഴുത്ത് ഫുള്ളായിട്ട്. ഓക്കെ, അങ്ങനെ ആ കഴുത്ത് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വരും, നല്ല ഫിനിഷിങ്ങിൽ കിടക്കും. ഓക്കെ, എന്നിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഉൾഭാഗത്ത് ഇതുപോലെ കിടക്കുന്നത്. അപ്പോൾ ആ ക്യാൻവാസ് ഒട്ടിച്ച ആ ചെറിയ പീസ് ഈ ലൈനിങ് നമുക്ക് പതിച്ച് വെച്ചടിക്കണം. അപ്പോൾ ഈ ലൈനിങ് ഇതുപോലെ നിർത്തി വെച്ചിട്ട് ഈ ഭാഗം ഈ ലൈനിങ് നമുക്ക് പതിച്ച് വെച്ചുകൊണ്ട് അതിന് തെല്ലിനൂടെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതായത് ആ ക്യാൻവാസ് ഒട്ടിച്ച കഴുത്തിൻ്റെ ക്യാൻവാസ് ഒട്ടിച്ച ആ പീസ് ആ ലൈനിങ് നമുക്ക് പതിച്ച് വെച്ചടിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ അത് അടിച്ചെടുത്തു. എന്നിട്ട് ഈ ലൈനിങ്ങും ഈ ഫ്രണ്ടിൻ്റെ പീസും ഇതിന്മേൽ കറക്റ്റായിട്ട് പിടിപ്പിക്കുക. ഇതേപോലെ
ഇതേപോലെ കറക്റ്റായിട്ട് അടിക്കട്ടോ. അങ്ങനെ ആ ലൈനിങ്ങും ആ ഫ്രണ്ട് പീസും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചടിച്ചു. ഓക്കെ, അപ്പോൾ ഇതുവരെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ഈ ബോട്ടൺ, ഈ അടിഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് അടിക്കേണ്ടിയിരുന്നു. അത് ആദ്യം അടിച്ചാലും മതി. ഏറ്റവും നല്ലത് ആദ്യം അടിക്കലാണെന്ന്. പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇനി അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അടിഭാഗം ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തടിക്കുക. ഓക്കെ, ലൈനിങ്ങിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിങ് ഇതുപോലെ ആ ഫ്രണ്ട് പീസുമേ ഫുള്ളായിട്ട് അടിച്ച് പിടിപ്പിക്കട്ടോ. ഓക്കെ, ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രണ്ടിൽ അടിഭാഗത്തൊരു പട്ട വെക്കുന്നുണ്ട്. ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ അടിഭാഗത്ത് ബോട്ടത്തിൻ്റെ ആ ഭാഗത്തൊരു പട്ട വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് അടിക്കാനും വേണ്ടിയിട്ട് 1 ഇഞ്ച് തുമ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ മാർക്കിങ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ആ പട്ട കറക്റ്റായിട്ട് ആ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കണ്ട് അടിക്കുകയാണ് കേട്ടോ. ഇത് ഉൾഭാഗത്ത് വെച്ച് അടിച്ചിട്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഉൾഭാഗത്ത് വെച്ച് കണ്ട് ആ പട്ട വെച്ച് അടിക്കുകയാണ്. കറക്റ്റായിട്ട് ആ 1 ഇഞ്ച് തുമ്പിട്ടിട്ടുണ്ട്. ആ 1 ഇഞ്ച് തുമ്പിൽ തന്നെ കറക്റ്റായിട്ട് വെച്ച് അടിക്കണം. 1 ഇഞ്ച് തുമ്പിൻ്റെ ആവശ്യമില്ല, ഒരു 1/2 ഇഞ്ചൊക്കെ മതി. ഞാൻ 1 ഇഞ്ച് ഇട്ടത് ഫ്രണ്ടും ബാക്കും ഒപ്പാണ് കട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഫ്രണ്ട് കുറച്ചിട്ടും ബാക്ക് കുറച്ച് കൂടുതലായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഒരളവിലാണ് കട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ആ പട്ട കറക്റ്റായിട്ട് ഉൾഭാഗത്ത് വെച്ചുകൊണ്ട് നല്ല വശത്തേക്ക് മറിച്ചിക്കാണ്. ഇത് ഈ ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരേണ്ട ഒരു പട്ടായിരുന്നു അടിഭാഗത്ത്. ഞാൻ ഈ ചുരിദാറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഈ പട്ട ഒരുപാട് ലെങ്ത് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ആ പട്ട ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചുകൊണ്ട് അതിൻ്റെ തെല്ലിനെ അടിച്ചുകൊണ്ട് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. ഓക്കെ, ഞാനത് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ബാക്ക് പീസ് എടുക്കട്ടോ. ഇത് ബാക്ക് പീസിൻ്റെ ലൈനിങ് ആണ്. ഈ ലൈനിങ് എടുത്തിട്ട് ഈ ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ ഞാനൊരു പീസ് വെച്ചുകൊണ്ട് അടിക്കുന്നുണ്ട്. ഒരു 10 ഇഞ്ചോ 15 ഇഞ്ചൊക്കെ നീളം, ഒരു 6 ഇഞ്ചൊക്കെ വീതിയുള്ളൊരു പീസ് എടുത്തുകൊണ്ട് ആ ലൈനിങ്ങിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചുകൊണ്ട് അടിക്കുക കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ആ ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, ആ പീസിൻ്റെ ആ 2 സൈഡും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അടിക്കുക കേട്ടോ. ഓക്കെ, ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ബാക്ക് സൈഡാണ്. ഇത് കഴുത്തിൻ്റെ അളവ് 2.25 മാർക്ക് ചെയ്തിട്ട് അടിഭാഗത്തേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക. അടിഭാഗത്തേക്ക് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീതി നമ്മൾ ഫ്രണ്ടിൻ്റെ അതേ വീതി തന്നെയാണ്, 2.25. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ സൈഡിലും ആ കഴുത്ത് ഇതുപോലെ ആ സ്കെച്ച് പതിൻ്റെ രൂപത്തിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇത് ലൈനിങ്ങുമ്മ കറക്റ്റായിട്ട് സെൻറ്ററിൽ വെക്കുക. ലൈനിങ്ങിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചപ്പോൾ ഈ വെച്ച ഇതേപോലെ വെക്കുക കേട്ടോ. ഇത് ഉൾഭാഗമാണ്, ഈ ഇൻഡുട്ട ഭാഗമാണ് ഉൾഭാഗം. എന്നിട്ട് കറക്റ്റ് ആ മാർക്കിങ്ങിലൂടെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് സെൻറ്ററിലൊക്കെ ഒപ്പം വെച്ച് അടിക്കണം. പിന്നെ കഴുത്ത് ഫുള്ള് റൗണ്ടിൽ അടിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഉൾഭാഗം ഒരു 1/4 ഇഞ്ച് തുമ്പിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, എന്നിട്ട് ഫുള്ള് റൗണ്ടിൽ ഇതുപോലെ ചെറിയൊരു വെട്ടിട്ട് കൊടുക്കുക. അത് മറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്, കറക്റ്റായിട്ട് മറിഞ്ഞ് ഫിനിഷിങ്ങിൽ കിടക്കാൻ അങ്ങനെ ചെയ്യണത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഈ ലൈനിങ്, ഈ ബാക്കിൻ്റെ ലൈനിങ് ഇതേപോലെ വെച്ചുകൊണ്ട് ഈ എൻഡില്ല, ഈ മാർക്ക് ചെയ്ത ഈ എൻഡ് കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കാണ്ട് ഫ്രണ്ടിൻ്റെ കഴുത്തടിച്ച ആ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇത് കറക്റ്റായിട്ട് ഇതേപോലെ വെക്കുക. ഓക്കെ, എന്നിട്ട് ആ ലൈനിങ് ഫ്രണ്ടുമ്മക്ക് ഇതുപോലെ കവർ ചെയ്ത് വെച്ചുകൊണ്ട് ഷോൾഡറിന് അടിക്കുകയാണ് കേട്ടോ. അതായത് ഇങ്ങനെ അടിക്കേണ്ടത് എന്താ വെച്ചാൽ, ഷോൾഡർ അടിക്കുമ്പോൾ ഷോൾഡറിൻ്റെ ആ തുമ്പുകളൊക്കെ ആ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് 2 ഷോൾഡറും അടിക്കുക. ഈ ലൈനിങ് ഇതുപോലെ മാറ്റി വെച്ചിട്ട് കറക്റ്റ് ഈ കഴുത്തിൻ്റെ ഈ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡിൽ കറക്റ്റായിട്ട് കൊണ്ടുപോയിക്കാണ്ട് ഫ്രണ്ടിൻ്റെ കഴുത്ത് കൊണ്ടുപോയി വെക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ബാക്ക് പീസുമേൻ്റെ ആ ലൈനിങ് ഫ്രണ്ടുമ്മക്കും ഫോൾഡ് ചെയ്ത് വെക്കുക. മടക്കി വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചെയ്യണ ഇതേ രൂപത്തിൽ കേട്ടോ. അതായത് 2 ഷോൾഡറും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക, അത്രേ ഇതുള്ളൂ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് അടിക്കാൻ റിസ്ക് ആണെങ്കിൽ സാധാരണ ഷോൾഡർ ജോയിൻറ്റിൻ്റെ മാതിരി ജോയിൻറ്റ് ചെയ്താൽ മതി. ലൈനിങ് വെച്ച് ഫുൾ അടിച്ച് പിടിപ്പിച്ചിട്ട് 2 ഷോൾഡറും ജോയിൻറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്താലും മതി. പക്ഷേ ഇങ്ങനെയാണ് ഏറ്റവും ഫിനിഷിങ്. അതിന് തുമ്പൊക്കെ ഉൾഭാഗത്ത് കവർ ചെയ്ത് പോകും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ,
എന്നിട്ട് ഷോൾഡറിനും ഈ കഴുത്തിനും മേലടി അടിക്കാൻ കേട്ടോ. മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കണ്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ മുതൽ കഴുത്ത് വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിക്കാണ്ട് ആ ലൈനിങ് ബാക്ക് പീസുമ്പോൾ പിടിപ്പിക്കട്ടോ. ഇതേപോലെ ഷോൾഡറിന് മേലടി അടിച്ചു, അതേപോലെ കഴുത്തിൻ്റെ റൗണ്ടിൽ അടിച്ചുകൊണ്ട് ഈ രണ്ടാമത്തെ ഷോൾഡറിന് മേലടി അടിച്ചുകൊണ്ട് ഇതുപോലെ ഇറക്കിയിട്ട് ഇതിൻ്റെ ഈ ആം ഹോളിൻ്റെ അവിടെയും അടിച്ചുകൊണ്ട് ആ ബാക്ക് പീസുമേ ആ ലൈനിങ് ഫുള്ളായിട്ട് അടിച്ച് പിടിപ്പിക്കട്ടോ. നമ്മൾ ഫ്രണ്ട് ചെയ്ത അതേപോലെ തന്നെ ബാക്ക് ചെയ്യട്ടോ. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ്. അതിൻ്റെ മുമ്പ് ഇതിൻ്റെ അളവുകളൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. അതായത് ഇതിൻ്റെ സൈഡ് ഇതുപോലെ സെൻറ്ററൊന്ന് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് 18 കറക്റ്റ്. അപ്പോൾ 9.25 രണ്ട് സൈഡുക്കും ഈ സെൻറ്ററിൽ നിന്ന് എടുക്കുക. 18 ഇഞ്ച് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഷേപ്പ് വരുന്ന ഭാഗമാണ് ഈ ഭാഗം. ഓക്കെ. ഇവിടെയും കറക്റ്റ് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ലൂസ് 16.5 അപ്പോൾ 8.25 സെൻറ്ററാക്കി വെച്ചുകൊണ്ട് ഇതേപോലെ 16.5 ഇതുപോലെ മാർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതേപോലെ വരും. ഇനി ആ സൈഡ് ഓപ്പൺ വരേണ്ട ഭാഗമാണ് ഈ ഭാഗം. ഓക്കെ. അവിടെ ആ സൈഡ് ഓപ്പണിൻ്റെ അവിടെ വരേണ്ട ലൂസ് 20.5 അപ്പോൾ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കണ്ട് 10.25 സെൻറ്ററാക്കിയിട്ട് 20.5 കറക്റ്റായിട്ട് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് വരുന്നത്, അടിച്ച് കഴിഞ്ഞാൽ അളവ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. വേണമെങ്കിൽ മാർക്ക് ചെയ്യുന്ന മതി, അല്ലെങ്കിൽ അടിച്ചാൽ മതി കേട്ടോ. ഞാൻ കറക്റ്റ് എനിക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് ഈ മാർക്കിങ് തമ്മിൽ ഇതുപോലെ ലൈന് വരയ്ക്കുക. എന്നിട്ട് ഈ മാർക്കിങ് കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇങ്ങനെ മാർക്ക് ചെയ്ത് കണ്ട് ആ മാർക്കിങ് കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റായിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡ് ഓപ്പണ് വരേണ്ട ഈ മാർക്കിംഗ് ഉണ്ടല്ലോ, ഈ മാർക്കിംഗ് വരെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക. ഇതേപോലെ അവിടെ നിർത്തിയിട്ട് ഒന്ന് കെട്ടിട്ട് കണ്ട് പിന്നെ എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ സൈഡും ഈ അടിഭാഗത്തു നിന്നാണ് ഈ രണ്ടാമത്തെ സൈഡ് തുടങ്ങുന്നത് ഞാൻ. ഓക്കെ. കറക്റ്റായിട്ട് ആ മാർക്കിങ്ങിൽ നിന്ന് അടിച്ച് തുടങ്ങിയിട്ട് ഈ ആം ഹോൾ വരെ കറക്റ്റായിട്ട് ആ മാർക്കിംഗ് കൂടെ തന്നെ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടോ. ഓക്കെ. ഇനി ഇതിൻ്റെ സൈഡ് ഓപ്പൺ അടിക്കുകയാണ്. സൈഡ് ഓപ്പൺ എങ്ങനെ അടിക്കുന്നത് വെച്ചാൽ അടിഭാഗത്തു നിന്ന് അടിച്ചു പോരുകയാണ്. ഇതേപോലെയാണ് സൈഡ് ഓപ്പൺ അടിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് രണ്ടായിട്ട് ഈ സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഒരു 1/2 ഇഞ്ച് വീതിയിൽ. 1 ഇഞ്ചാണ് നമ്മൾ തുമ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ചിനനുസരിച്ച് 1/2 ഇഞ്ചിലൊന്ന് മടക്കി ഫോൾഡ് ചെയ്യുക. രണ്ടാമത്തൊന്നും പാടെ 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് കണ്ട് ഇതുപോലെ സൈഡ് അടിക്കട്ടോ. ഇതുപോലെ അടിച്ചു വരിക. അടിച്ച് വന്നിട്ട് ഈ ഓപ്പണ് വരുന്നിടത്ത് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. കറക്റ്റ് ഈ ഭാഗം ഈ സൈഡിക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് ബാക്കിൻ്റെ സൈഡിക്ക് ബാക്കിൻ്റെ ആ തുമ്പ് ഫോൾഡ് ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് ഇവിടെ കൂടെ നിർത്തിട്ട് ഈ സൈഡത്തെ തുമ്പ് ഈ ഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കണ്ട് ഇങ്ങോട്ട് വിലങ്ങിനെ അടിക്കുക. ഇതേപോലെ. ഓക്കെ. എന്നിട്ട് ഈ ഭാഗം ഇതിൻ്റെ അടിഭാഗം വരെ ഇതേപോലെ തന്നെ 1/2 ഇഞ്ചിലൊന്ന് മടക്കുക. രണ്ടാമത് ഒന്നും കൂടെ മടക്കുക. 1 ഇഞ്ചാണ് നമ്മളവിടെ തുമ്പിട്ടിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട രൂപത്തിൽ 1/2 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് പിന്നെ വീണ്ടും ഒന്നും കൂടെ 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് കറക്റ്റ് ആ തുമ്പ് അതിമ വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് ആ തുമ്പിന് ചാരിയിട്ട് അടിഭാഗം വരെ അടിച്ചെടുക്കുക. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ വരും കേട്ടോ. അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഉൾഭാഗത്തേക്ക് ഈ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവിടെ ഇതേപോലെ കിടക്കും. ഓക്കെ. ഇങ്ങനെ വന്ന് ഇവിടെ വിലങ്ങിനെ അടിച്ചിട്ട് ഈ രണ്ടാമത്തെ പീസുമൊക്കെ ഇറക്കിയിട്ട് ഇതുപോലെ അടിഭാഗം വരെ അടിച്ചെടുക്കുക. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ സൈഡ് അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം ബാക്ക് സൈഡിൻ്റെ ബോട്ടൺ അടിക്കാണ്ട്. ഫ്രണ്ട് നമ്മൾ ആ പട്ട വെച്ച് അടിച്ചിട്ടുണ്ട്, ബാക്കിന് പട്ടല്ല. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ആ ഫ്രണ്ട് എത്രയാണ് വരുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്യുക. കറക്റ്റ് പിടിച്ചുകൊണ്ട് ഇതുപോലെ 1 ഇഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കറക്റ്റ് എനിക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കറക്റ്റ് 1 ഇഞ്ചാണ് അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കാൻ വേണ്ടി തുമ്പിട്ടിട്ടുള്ളത് ബാക്ക് സൈഡിന്. അപ്പോൾ ആ ബാക്ക് സൈഡ് കറക്റ്റായിട്ട് ആ 1 ഇഞ്ച് തുമ്പ് ഫില്ലാവേണ്ട രൂപത്തിൽ 1/2 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്ത് കണ്ട് വീണ്ടും ഒന്നും കൂടെ 1/2 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് കണ്ട് കറക്റ്റായിട്ട് ആ ഫോൾഡിങ്ങിന് ചാരിയിട്ട് തെല്ലിന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാക്ക് സൈഡ്. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഈ ഓപ്പണിൻ്റെ 4 ഭാഗം എല്ലാ ഭാഗങ്ങളും അതിന് തെല്ലിനൊന്ന് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഓക്കെ. ചുരിദാറിൻ്റെ ആ സൈഡ് ഓപ്പണ് വരേണ്ട ഭാഗം അതിൻ്റെ ബോട്ടത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ. നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അതേപോലെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ആ ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ അടിക്കുകയാണ്. ഇത് കൈയിൻ്റെ ലൈനിങ് വെച്ചിട്ട് കറക്റ്റ് ഇതാണ് കൈയിൻ്റെ ഉൾഭാഗം. എന്നിട്ട് അത് അടിഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ഇതുപോലെ വെച്ചിട്ട്
കറക്റ്റ് ആ ലൈനിങ് ആ കയ്യുമ്മ വെച്ചുകൊണ്ട് ആ കയ്യിൻ്റെ 4 സൈഡും അടിക്കട്ടോ. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് അടിച്ചെടുത്തു. എന്നിട്ട് ഈ കയ്യിൻ്റെ ബോട്ടം മടക്കി അടിക്കുകയാണ്. ആ പട്ടന്നെ ആ ഒരു അടിഭാഗത്തൊരു പട്ട വരുന്നുണ്ട്, ആ പട്ടക്ക് ചാരിയിട്ട് അതിൻ്റെ കയ്യിൻ്റെ ബോട്ടം ഉൾഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് ആ തെല്ലിന് അടിച്ചെടുക്കട്ടോ. ഓക്കെ, ഒരു അരഞ്ചാണ് ഞാൻ അവിടെ വീതിയിട്ടിട്ട് തുമ്പിട്ടിട്ടുള്ളത്. ആ തുമ്പ് ഫില്ലാവേണ്ട രൂപത്തിൽ ഇതുപോലെ അടിക്കുക. എന്നിട്ട് കൈ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് കയ്യിൻ്റെ മാർക്കിങ് അടിഭാഗത്തെ ലൂസ് 5 ഇഞ്ചാണ്. ആ 5 ഇഞ്ച് ബോട്ടം ലൂസ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. 5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ റിഗാളിൻ്റെ അവിടുത്തെ ലൂസ് 6.5 ഇഞ്ചാണ്. അത് ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതുപോലെ ഒരു ലൈന് വരച്ചിട്ട് ആ ലൈനിങ്ങും കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ രണ്ടാമത്തെ കൈയും അടിക്കാണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 കൈയും ഇതുപോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 കൈ ഒന്ന് ഒപ്പം വെക്കുക, കറക്റ്റ് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ അടിച്ച ബോഡി ഉണ്ടല്ലോ, ആ ഭാഗം എടുത്തിട്ട് ഈ ജോയിൻറ്റും സ്റ്റിച്ച് ചെയ്ത ആ 2 സ്റ്റിച്ചിങ്ങും ഒപ്പം വെച്ചുകൊണ്ട് കൈ ഒപ്പാണോ അതിമക്ക് നോക്കുക. ഓക്കെ, ഇത് കറക്റ്റാണ്. അല്ലെങ്കിൽ ഈ ബോഡി കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര നിങ്ങൾ അളവ് വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക കേട്ടോ. ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്യുക. കറക്റ്റ് ആയിരിക്കണം, അതായത് ആ കൈ അതിമക്ക് പിടിപ്പിക്കാനുള്ള ആ സ്പേസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അടിക്കുന്നതിന് മുമ്പ് ഒന്ന് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് കൈ ഇതുപോലെ നല്ല ഭാഗം ഇതുപോലെ പുറത്തേക്ക് ആവേണ്ട രൂപത്തിൽ ഫോൾഡ് ചെയ്ത് മറിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ ചെയ്ത മാതിരി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഈ റിഗാളിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് ഈ ചുരിദാറിൻ്റെ ഈ സൈഡ് അടിച്ച തുമ്പും കയ്യിൻ്റെ സൈഡ് അടിച്ച തുമ്പല്ല, ആ ജോയിൻ്റ് ഉണ്ടല്ലോ, കയ്യിൻ്റെ സൈഡ് അടിച്ച ആ ജോയിൻറ്റും ഈ ടോപ്പിൻ്റെ സൈഡ് അടിച്ച ആ ജോയിൻറ്റും ഒപ്പം വെക്കുക. കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് ആ കൈ ആ ബോഡിമ്മൺ റൗണ്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ശരിക്കും ഇത് ഇങ്ങനെയാണ് കൈ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ചുരിദാറിൻ്റെ കൈയൊക്കെ സൈഡിലൊക്കെ നല്ല തുമ്പുണ്ടാവുമല്ലോ, 1 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ തുമ്പുണ്ടാവും. അപ്പോൾ ശരിക്കും കൈ ചുരിദാറിൻ്റെ ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത് കേട്ടോ. അതായത് കൈ ആ ബോഡീൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് ആ കൈ വരുന്ന ഭാഗത്ത് റൗണ്ട് ചെയ്യാണ്. ഓക്കെ, ഇതല്ലാതെ നമ്മൾ ഈ ചുരിദാറിൻ്റെ സൈഡ് അടിക്കുന്നതിന് മുമ്പേ കൈ ആദ്യം വെച്ചുകൊണ്ട് പിന്നെ സൈഡ് അടിക്കലുണ്ട്. അങ്ങനെയല്ല യഥാർത്ഥ രൂപം ഇങ്ങനെയാണ്. കൈ ആദ്യം വെച്ചുകൊണ്ട് ഇതുപോലെ റൗണ്ട് ചെയ്യലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ അടിക്കാൻ തന്നെ ശ്രമിക്കുക. ഇതാണ് നല്ല കറക്റ്റായിട്ട് കിടക്കുള്ളൂ. ഇതിങ്ങനെ അടിച്ചാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ റിഗാളിൻ്റെ ഈ ആം ഹോളിൻ്റെ അടിഭാഗമൊക്കെ കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ കിടക്കും. ഇതേപോലെ കറക്റ്റായിട്ട് കിടക്കും. സൈഡ് ഒന്നായിട്ട് മൂട്ടി വരികയാണെങ്കിൽ ഇത്ര ഫിനിഷിങ്ങിൽ കിടക്കില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തന്നെ അടിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഇതേപോലെ തന്നെ കൈ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഭാഗം അതേപോലെ തന്നെ കൈ അതേപോലെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾക്ക് ആവശ്യമുള്ള നമ്മളെ ചുരിദാറുകൾ നമുക്ക് തന്നെ നമ്മളെ വീട്ടിലിരുന്ന് അടിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടതിന് വളരെ നന്ദി. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, താങ്ക് യു.